ഇപ്പോഴത്തെ ലോക റാങ്കിങ്ങിൽ 4-ാം സ്ഥാനം വരെ എത്തിയ അർജുൻ ഇരിഗാസി കളിച്ച ഒരു കിടിലൻ ഗെയിമാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ നമ്മൾ പ്രജ്ഞാനന്ദയുടെയും ഗുകേഷിൻ്റെയും ഒരുപാട് കിടിലൻ ഗെയിംസ് കണ്ടതാണ്. പക്ഷേ അർജുൻ ഇരിഗാസി കളിച്ച ഒരു ഗെയിം ഇവിടെ വളരെയധികം ശ്രദ്ധേയമാവാണ്. ഇവിടെ അർജുൻ ഇരിഗാസി കളിക്കുന്നത് ഇവിടെ വൈറ്റ് ആണ്, ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് വിറ്റാലി ക്വിനൻ എന്ന് പറഞ്ഞ പ്ലെയറാണ്. അപ്പോൾ നമുക്ക് ഗെയിമിൽ എന്ത് തുടങ്ങുന്നു നോക്കാം. അർജുൻ തുടങ്ങുന്നത് പോണിനെ E4 വെച്ച് കളി തുടങ്ങുന്നു. E5 കളിക്കുന്നു ബ്ലാക്ക്, വിറ്റാലി, നൈറ്റ് F3, D6. അപ്പോൾ ഇത് ഫിൽഡോർ ഡിഫൻസ് ആണ്. D4 സെൻട്രി സ്ട്രൈക്ക് ചെയ്യുന്നു, പോൺ വെച്ച് പോണിനെ വെട്ടുന്നു. ഇവിടെ സാധാരണ എല്ലാവരും നൈറ്റ് വെച്ചിട്ടാണ് ഈ ഒരു പോണിനെ എടുക്കാറ്. മോസ്റ്റ് കോമൺ മൂവ് നൈറ്റ് ടേക്സ് D4 ആണ്. അർജുൻ ഇവിടെ ക്യൂൻ വെച്ച് പോണിനെ വെട്ടിയെടുക്കുന്നു. A6 ഇത് നേരത്തെ റെക്കമെൻഡ് ചെയ്യാത്തതിന് കാരണം നേരിട്ട് ഇവിടെ വേണമെങ്കിൽ ഒരു ടെമ്പോ വെച്ച് നൈറ്റ് 6 കളിച്ച് ഈ ഒരു ക്യൂവിനെ ഓടിച്ചു വിടാം. പക്ഷേ ഇവിടെ ഗെയിമിൽ A6 ആണ് കളിക്കുന്നത് ബ്ലാക്ക്. ബിഷപ്പ് G5 കളിച്ച് ഈ ക്യൂവിന് ഒരു കൊട്ട് കൊടുക്കുന്നു. നൈറ്റ് C6 കളിച്ച് തിരിച്ച് ഈ ഒരു ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. ക്യൂവിന് ഇവിടെ E3 പോകുന്നു. ബിഷപ്പ് E7 കളിക്കുന്നു. നൈറ്റ് C3, ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു, നൈറ്റ് വെച്ച് വെട്ടുന്നു. H6 കളിച്ചിട്ട് ഈ നൈറ്റിനെ ഓടിച്ചു വിടുന്നു. അപ്പോൾ നിങ്ങളാണെങ്കിൽ നൈറ്റ് ഇവിടേക്ക് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമോ? അർജുൻ നൈറ്റിനെ ഇവിടേക്ക് കൊണ്ടുപോകുന്നു. ഇത് എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നമുക്ക് പിന്നെ കാണാം. ഇവിടെ നേരത്തെ കണ്ട പോലെ ഈ ഒരു പോൺ വെച്ച് തന്നെ വെട്ടിയെടുക്കണം എന്നില്ല. ഇപ്പോൾ ഇൻ കേസ് ഈ ബിഷപ്പ് വെച്ച് വെട്ടിയെടുത്താൽ തന്നെ ക്യൂവിന് വേണേൽ കളിയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ വെട്ടിയെടുക്കാൻ പറ്റും. ഇത് മാത്രമല്ല ഉദ്ദേശിച്ച് നിങ്ങൾക്ക് കളിയിൽ കാണാൻ പറ്റും. നൈറ്റ് F6 ശേഷം ആ നൈറ്റിനെ F4 സ്ക്വയറിലേക്ക് കൊണ്ടുവരുന്നു. ആ നൈറ്റ് F4 കുറച്ചും കൂടെ ആക്റ്റീവാണ്. എന്തുകൊണ്ടാണ് ആക്റ്റീവ് ആവുന്നതെന്ന് വരും പൊസിഷനിൽ നമുക്ക് മനസ്സിലാവും. ബ്ലാക്ക് ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ലോങ് സൈഡ് ക്യാൻസൽ ചെയ്യുകയാണ്. B5. അപ്പോൾ അർജുൻ്റെ ഉദ്ദേശം കിങ് സൈഡ് അറ്റാക്ക് ആണെങ്കിൽ ഇവിടെ ബ്ലാക്കായ വിറ്റാലിയുടെ ഉദ്ദേശം ബ്ലാക്ക് സൈഡ് അറ്റാക്കാണ്. ഇവിടെ ക്യൂൻ സൈഡിലുള്ള ഇതിലേക്കുള്ള അറ്റാക്കാണ്. F3. അപ്പോൾ അർജുൻ്റെ ഉദ്ദേശം ഒന്ന് E4 ഒരു പ്രൊട്ടക്ഷൻ നൽകി, മാത്രമല്ല ഇനി G4, H4 ഇതൊക്കെ പുഷ് ചെയ്ത് G5 കളിച്ചിട്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെ തകർക്കുക. ഇതാണ് അർജുൻ്റെ ഉദ്ദേശം. D4 കളിച്ചിട്ട് ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യണം. അർജുൻ നൈറ്റിനെ ഇവിടേക്ക് കളിക്കുന്നു, C2 കളിക്കുന്നു. ഇവിടുത്തെ പോണേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇവിടേക്ക് വന്നിട്ട് ഇങ്ങനെ കിങ് സൈഡിലോട്ട് കയറുകയാണെന്ന് തോന്നി. ഇങ്ങോട്ട് മാറി നൈറ്റിനെ ഇവിടെ E5 കളിച്ചു. എന്താണ് ഇവിടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം? ഇങ്ങനൊരു മൂവ് കളിക്കുന്നവിടെ ഇതിൻ്റെ ഉദ്ദേശം ഈ ഒരു പോണിനെയും കൂടെ പുഷ് ചെയ്ത് മാക്സിമം സെൻറ്റർ കൺട്രോൾ വേണമെന്ന് ക്യൂവിനെയും കൂടെ ഇവിടേക്ക് കൊണ്ടുവരും. അപ്പോൾ ഒരുപാട് പ്ലാൻസ് ഉണ്ട് ഇവിടെ ബ്ലാക്കിന്. G4 കളിക്കുന്നു. അപ്പോൾ ഒരാൾ കിങ് സൈഡ് അറ്റാക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. C5 കളിക്കുന്നു. അപ്പോൾ ഇവിടെ ക്യൂൺ സൈഡിലെ അറ്റാക്ക് നടക്കുന്നു, ഇവിടെ കിങ് സൈഡിലേക്കുള്ള അറ്റാക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. H4, ക്യൂൻ A5 കളിച്ചിട്ട് ഈ ഒരു പോണിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. കിങ് B1 ഡിഫെൻഡ് ചെയ്തു. ഇവിടെ D5 കളിക്കുന്നു. ഇവിടെ ഈ പോൺ കുറച്ച് വീക്കാണ്, പക്ഷേ ഇവിടുത്തെ D5 അത്ര നല്ല ഒരു ആക്യുറേറ്റ് മൂവ് അല്ല. എന്തിനാണ് ഇങ്ങനെ ഒരു മൂവ് കളിച്ചതെന്ന് അത്ര വ്യക്തമല്ല. ഇവിടെ സെൻറ്ററിലേക്ക് കളിച്ച് മാക്സിമം സ്പേസുകൾ തുറക്കാനായിരിക്കാം. ഒരു പക്ഷേ പാസീവായിട്ടുള്ള ഡിഫെൻസിനൊന്നും ഇവിടെ ബ്ലാക്ക് നിൽക്കുന്നില്ല. ഇവിടെ ഒരു കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് പൊസിഷൻ ഇവിടെ വൈറ്റിന് തന്നെയാണ്. എന്തായാലും D5 കളിക്കുന്നു. അപ്പോൾ ഇവിടെ പോൺ വെച്ചെടുക്കുമോ നൈറ്റ് വെച്ചെടുക്കുമോ? അർജുൻ അതൊന്നും നോക്കുന്നില്ല. അർജുൻ G5 കളിച്ചിട്ട് കിങ് സൈഡ് തുറക്കാനാണ് അർജുൻ്റെ ഉദ്ദേശം. അപ്പോൾ നൈറ്റ് ഓടി മാറുന്നില്ല. ആദ്യം നൈറ്റിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ക്യൂവിനെ തിരിച്ച് ബ്ലാക്ക് അറ്റാക്ക് ചെയ്തു. ക്യൂൻ F2 പോകുന്നു. ഇനിയാണ് നൈറ്റ് മാറുന്നത്. ഇവിടെ പോൺ വെച്ച് വെട്ടുന്നു. ഇവിടെ തിരിച്ച് വെട്ടിക്കഴിഞ്ഞാൽ കിങ് സൈഡ് മൊത്തത്തിൽ ഓപ്പൺ ആയി പോകും. അതുകൊണ്ട് G6 കളിച്ചിട്ട് പൊസിഷനെ വളരെ ക്ലോസ് ആയിട്ട് വെക്കുകയാണ് ഇവിടെ ബ്ലാക്ക്. പക്ഷേ ക്യൂൻ G3. അപ്പോൾ കിങ്ങുമായിട്ട് ആദ്യത്തെ പീസ് ലൈനപ്പായി. ഇനി ഓരോരോ പീസുകൾ ലൈനപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ്റെ. റൂക്ക് E8, കിങ്ങിന് കുറച്ച് സ്പേസ് കൊടുക്കുകയാണ്. അപ്പോൾ റൂക്കും ക്യൂവിനും ഒരേ നിരയിൽ വന്നു. ഇനി എങ്ങനെയാണ് കിങ്ങിനെ പിടിക്കുന്നതെന്ന് നോക്കാം. കിങ് H8 മൂവ് ചെയ്യുന്നു. ഇവിടെ നൈറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ്ലി ഇവിടെ ഈ ഒരു നൈറ്റിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. ഇതിൻ്റെ ഐഡിയ ഈ ഒരു നൈറ്റ് ഒരു പവർഫുൾ ഡിഫൻഡറാണല്ലോ. ആ നൈറ്റ് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വേരിയേഷൻസിലോട്ട് ഇവിടെ അർജുന് പോകാമെന്ന് മനസ്സിലായി. ബിഷപ്പ് B7 കളിക്കുന്നു. നൈറ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു പവർഫുൾ നൈറ്റിനെ ചലഞ്ച് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് പ്ലെയറായ വിറ്റാലി കളിക്കുന്നത് നൈറ്റ് C6. ഇത് ഇമ്മീഡിയറ്റ്ലി ലൂസിങ് ആയിട്ടുള്ളൊരു മൂവാണ്. ഇവിടെ വൈറ്റിന് ഇവിടെ ഓൾമോസ്റ്റ് ഒരു ക്രഷിങ് അറ്റാക്ക് തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടെ നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിനെ തിരികെ കൊണ്ടുവന്ന് കുറച്ചുകൂടി ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതും ഹെൽപ്പ് ചെയ്യുമൊന്നുമില്ല ഇവിടെ. എന്തായാലും ഇവിടെ നൈറ്റ് C6 കളിച്ചു. ഇത് ഇമ്മീഡിയറ്റ്ലി ലൂസിങ് ആണ്. നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാവോ അർജുൻ കളിച്ച ഇവിടുത്തെ കിടിലൻ കണ്ടിന്യൂഷൻ? ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം നൈറ്റ് ടേക്സ് G6 ചെക്ക്. അപ്പോൾ ഈ ഒരു ചെക്കിനെതിരെ ഇപ്പോൾ ബ്ലാക്കിന് ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. കിങ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്കവേർഡ് ചെക്കുകൾ വരും.
അപ്പോൾ അതുകൊണ്ട് നൈറ്റിനെ മോർ ഓർ ലെസ് ഫോഴ്സ്ഫുള്ളി വെട്ടിയെടുക്കണം. ഇനി നൈറ്റിനെ F4 അപ്പോൾ ഈ ഒരു അവിടുത്തെ ആ സാക്രിഫൈസിന് ശേഷം ഇവിടെ ചിന്തിക്കും ക്യൂൻ വെച്ചങ്ങ് എടുത്ത് ഇനി ഇങ്ങനെ ഒരു ചെക്ക് മേറ്റ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങനെ നൈറ്റ് വന്നിട്ട് കൂടുതൽ അഡീഷണൽ പ്രഷർ ഇവിടെ അർജുൻ കൊടുക്കുകയാണ്. എന്താണ് ഉദ്ദേശം? നൈറ്റ് ഇവിടെ വന്നിട്ട് G6 കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ കൊടുത്തു. പക്ഷേ ഒരു രീതിയിലും വർക്ക് ചെയ്യാനുള്ള വെറുതെ നൈറ്റ് വെച്ച് പോണിനെ വെട്ടി ചെക്ക് വെട്ടി ക്യൂൻ വെച്ച് വെട്ടി. പക്ഷെ ഇതുകൊണ്ട് തന്നെ ഉപയോഗം, കാരണം ബ്ലാക്കിന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ. ശരിയാണ്, റൂക്ക് വെച്ചിട്ട് ക്യൂവിനെ അറ്റാക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ അർജുൻ ഒരു മൂവ് കളിക്കുന്നു, ഒരു കിടലൻ മൂവ് കളിക്കുന്നു. അവിടെ തന്നെ ഇവിടെ ബ്ലാക്ക് പ്ലെയറായി വിറ്റാലി റിസൈൻ ചെയ്യണം. അപ്പം എന്താണെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ചിന്തിക്കാവുന്നതാണ്. വളരെ മനോഹരമായ ക്രേസി ആയിട്ടുള്ളൊരു മൂവാണ് ക്വീൻ G7 ചെക്ക്. അപ്പോൾ ഈ ഒരു ക്വീൻ സാക്രിഫൈസ് നെഗ്ലക്ട് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ലോ. കിങ് വെച്ച് വെട്ടാൻ പറ്റില്ല, ആകെ റൂക്ക് വെച്ച് വെട്ടാൻ പറ്റുള്ളൂ. റൂക്ക് വെച്ച് വെട്ടി, പോൺ വെച്ച് വെട്ടി. അതിനിപ്പോൾ എന്താണ്, കിങ് ജസ്റ്റ് ഇങ്ങോട്ട് മാറിയാൽ പോരെ. ഇവിടെ നമ്മൾ മറന്നു പോയൊരു പീസ് ഉണ്ട്, ഈ ഒരു ബിഷപ്പ്. ഇത് വെറുതെ ഉറങ്ങാൻ കിടന്നതല്ല. ഈ ബിഷപ്പ് ആദ്യം തൊട്ട് അവസാനം വരെ അനങ്ങിയില്ല എന്നുള്ള രീതിയിൽ ചിന്തയുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു പോൺ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള പോണാണ്. ഈ സ്ക്വയറും കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഒരു ചെക്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കളിയുടെ കാര്യം ഏകദേശം തീരുമാനമായി. എവിടെ കൊണ്ടുപോയി ചെക്ക് കൊടുക്കും? ബിഷപ്പ് C4 ചെക്ക്. അപ്പോൾ ഈ ഒരു ചെക്കിനെതിരെ എന്ത് ചെയ്യും? ആകെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ 2 സ്ക്വയറും വൈറ്റിൻ്റെ പരിധിയിലായതുകൊണ്ടും പോണിനെ വെട്ടാൻ പറ്റാത്തതുകൊണ്ടും ബിഷപ്പ് ഇടയിൽ വരണം. ബിഷപ്പ് ടേക്സ് D5, മനോഹരമായൊരു ചെക്ക് മേറ്റ്. പക്ഷേ ഗെയിമിൽ ഇവിടെ ഈ ഒരു മൂവിന് ശേഷം ക്യൂൻ ഇവിടെ G7 ചെക്കിന് ശേഷം ഇവിടെ ബ്ലാക്ക് പ്ലെയറായ വിറ്റാലി റിസൈൻ ചെയ്തത് ഒരു മനോഹരമായ ചെക്ക് മേറ്റ് നമുക്ക് ബോർഡിൽ കാണാൻ പറ്റിയില്ല. എന്നിരുന്നാലും ഇത് തന്നെയാണ് ആ മനോഹരമായ ചെക്ക് മേറ്റ് നടന്നിരുന്നെങ്കിൽ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഗെയിം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അർജുൻ എരിഗാസി തകർപ്പൻ ഫോമിലാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫോമിലേക്ക് ഇവിടെ അർജുൻ എരിഗാസി എത്തുകയാണ്. റേറ്റിങ്ങിലൊക്കെ തന്നെ 4ാമതിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു ഹ്യൂജ് കൺഗ്രാജുലേഷൻ അർജുന്. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.